ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. നൈജീരിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി കൂടിക്കാഴ്ച നടത്തും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ മുൻനിര നേതാക്കൾ രംഗത്ത്. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക്. പമ്പയിൽ നിന്നും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 24 മണിക്കൂർ വരെ സാധുതയുണ്ടാകുമെന്ന് കെഎസ്ആർടിസി. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് നാളെ ആലപ്പുഴയിൽ സമാപനം. പോയിന്റ് നിലയിൽ മലപ്പുറം ജില്ല ഒന്നാമത്. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. നൈജീരിയൻ പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അബുജയിൽ കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് ശ്രീ മോദി നൈജീരിയയിൽ എത്തിയത്. കഴിഞ്ഞ 17 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയ സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സഹകരണം വിലയിരുത്തുന്ന നേതാക്കൾ നിരവധി ഉടമ്പടികളിലും ഒപ്പുവയ്ക്കുമെന്നാണ് സൂചന. തുടർന്ന് 2 ദിവസത്തെ G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിലേക്ക് നാളെ തിരിക്കും. ഉച്ചകോടിയുടെ ഭാഗമായി നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ചർച്ചകൾ നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ഈ മാസം 19 മുതൽ 21 വരെ ശ്രീ മോദി ഗയാനയും സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും പ്രചാരണം പാരമ്യത്തിലെത്തി. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത് ഷാ മഹാരാഷ്ട്രയിൽ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. എൻസിപി അധ്യക്ഷൻ അജിത് പവാർ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, എൻസിപി എസ്പി അധ്യക്ഷൻ ശരത് പവാർ, ശിവസേന യുബിടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ എന്നിവരും പ്രചാരണ രംഗത്തുണ്ട്. ഝാർഖണ്ഡിൽ ബിജെപി അധ്യക്ഷൻ ജെ.പി. നഡ്ഡ ഇന്ന് 3 തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. മറുവശത്ത് മുതിർന്ന ഝാർഖണ്ഡ് മുക്തി മോർച്ച ജെഎംഎം നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സൊറേൻ സംസ്ഥാനത്തുടനീളം 6 റാലികളെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് നേതാക്കൾ സംസ്ഥാനത്തുടനീളമുള്ള യോഗ പരമ്പരകളെ അഭിസംബോധന ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശത്തിന്റെ ആവേശം കൂട്ടാൻ മുന്നണികളിലെ മുൻനിര നേതാക്കളാണ് മണ്ഡലത്തിലെത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രചരണാർത്ഥം കണ്ണാടിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു. വൈകുന്നേരം ഒലവക്കോട്, സുൽത്താൻപേട്ട എന്നിവിടങ്ങളിലെ യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. യുഡിഎഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ മാത്തൂർ മണ്ഡലത്തിൽ ഗൃഹസന്ദർശനങ്ങൾ നടത്തി വോട്ടഭ്യർത്ഥിച്ചു. വൈകിട്ട് കിണാശ്ശേരിയിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പങ്കെടുക്കും. എൻഡിഎ സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാർ ഇന്ന് പാലക്കാട്, പിരായിരി മണ്ഡലങ്ങളിലാണ് പ്രചാരണം നടത്തുന്നത്. സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പരിപാടികളിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ മലപ്പുറത്ത് പാണക്കാട് സാദിഖ് അലി തങ്ങളെ വീട്ടിലെത്തി സന്ദർശിച്ചു. തങ്ങൾ കുടുംബത്തിന്റെ മതേതര പാരമ്പര്യവും മതസാഹോദര്യ നിലപാടുകളും മുമ്പേ അറിയാമായിരുന്നുവെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സന്ദീപിന്റെ മാറ്റത്തിൽ സന്തോഷമുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. സന്ദീപ് വാര്യർക്ക് പിന്നാലെ കൂടുതൽ ആളുകൾ പാർട്ടിയിലേക്ക് വരുമെന്ന് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു. അതേസമയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശത്തെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞു. ചേവായൂർ സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ട് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ബസ് ഗതാഗതം ജില്ലയിൽ ഭാഗികമാണ്. മുക്കത്ത് വാഹനങ്ങൾ തടയുകയും കടകൾ അടപ്പിക്കാനുമായ ശ്രമമുണ്ടായി. പോലീസ് എത്തി സമരക്കാരെ നീക്കം ചെയ്തു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. ഇതിൽ ബസ് ജീവനക്കാരും യാത്രക്കാരും പ്രതിഷേധിച്ചു. പോലീസ് സംഭവസ്ഥലത്തുണ്ട്. ഹർത്താലിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനങ്ങളും ഡിസിസിയുടെയും ആഭിമുഖ്യത്തിൽ നടന്നു. അവശ്യ സർവീസുകളെയും വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെയും ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന ആഗോള നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി ആയുർവേദം, ഹൈടെക് കൃഷി തുടങ്ങി വിവിധ മേഖലകളിലായി സംഘടിപ്പിക്കുന്ന കോൺക്ലേവുകൾ നാളെ കൊച്ചിയിൽ നടക്കുമെന്ന് മന്ത്രി പി രാജീവ്. ചെറിയ സ്ഥലത്ത് പരമാവധി വിളവ് നേടാൻ സാധിക്കുന്ന ഹൈടെക് കൃഷിരീതി സംസ്ഥാനത്തിന്റെ വ്യവസായ നയത്തിന്റെ മുൻഗണനാ വിഭാഗത്തിലുള്ളതാണെന്ന് മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ആലപ്പുഴയിൽ ആയുധങ്ങളുമായി വന്ന് ആക്രമണം നടത്തി ആഭരണങ്ങൾ മോഷ്ടിക്കുന്ന കുറുവ സംഘത്തിലെ മറ്റ് അംഗങ്ങളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ശക്തമാക്കി. ഇന്നലെ എറണാകുളത്ത് നിന്നും മോഷണ സംഘത്തിലെ 2 പേരെ മണ്ണഞ്ചേരി പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടയിൽ പിടിയിലായവരുടെ ബന്ധുക്കളായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ സംഘമായി പോലീസ് സ്റ്റേഷനിലെത്തി. ഇവരെ പോലീസ് തിരിച്ചയച്ചു. നിലയ്ക്കലിലും പമ്പയ്ക്കുമിടയിൽ അട്ടത്തോടിന് സമീപം KSRTC ബസ് കത്തിനശിച്ചു. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് സംഭവം. ബസ്സിലുണ്ടായിരുന്ന ഡ്രൈവറും കണ്ടക്ടറും പുക ഉയരുന്നത് കണ്ട് പുറത്തേക്കിറങ്ങിയതിനാൽ ആളപായമുണ്ടായില്ല. ബസ് മുഴുവനായും കത്തിനശിച്ചു. ശബരിമല സന്നിധാനത്ത് ഇന്നും തിരക്ക് തുടരുന്നു. ഇന്നലെ വൈകിട്ട് വരെ ദർശനം നടത്തിയത് 83,000-ലധികം പേരാണ്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്ന് 70,000 പേരാണ് ഓൺലൈൻ വഴി ദർശനത്തിനായി ബുക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ 10,000 പേർക്ക് തത്സമയ ബുക്കിംഗിലൂടെയും ദർശനം നടത്താം. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തും തത്സമയ ബുക്കിംഗിലൂടെയും ശബരിമല ദർശനം ആരംഭിച്ചതു മുതൽ ഇന്നലെ വൈകിട്ട് 5 വരെയുള്ള കണക്കനുസരിച്ച് 83,429 അയ്യപ്പ ഭക്തരാണ് ദർശനം നടത്തിയത്. മണിക്കൂറിൽ ശരാശരി 3,000-ലധികം പേർ ദർശനം നടത്തിവരുന്നു. ശബരിമല ദർശനത്തിനായി എത്തുന്ന ഭക്തർ പൂങ്കാവനത്തിന്റെ പരിശുദ്ധി കൂടി കാത്തുസൂക്ഷിക്കണമെന്നും മാളികപ്പുറത്തുൾപ്പെടെ തുടരുന്ന ചില തെറ്റായ പ്രവണതകൾ തിരുത്തണമെന്നും തന്ത്രി കണ്ഠരര് രാജീവര് പറഞ്ഞു. ഭക്തർ പരിസ്ഥിതിക്കും ആചാരത്തിനും വിരുദ്ധമായ പല ഉത്പന്നങ്ങളും ഇരുമുടിക്കെട്ടിൽ കരുതുന്നത് ഉപേക്ഷിക്കണം. മാളികപ്പുറത്ത് ക്ഷേത്രത്തിനു ചുറ്റും തേങ്ങ ഉരുട്ടലും ഭസ്മമിടലും പോലെയുള്ള തെറ്റായ പ്രവണതകൾ ഉപേക്ഷിക്കണമെന്നും തന്ത്രി പറഞ്ഞു. പമ്പയിൽ നിന്നും വിവിധ സ്ഥലങ്ങളിലേക്ക് ഓൺലൈൻ മുഖേന ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 24 മണിക്കൂർ വരെ ബുക്ക് ചെയ്ത അതേ റൂട്ടിൽ സാധുതയുണ്ടായിരിക്കുമെന്ന് KSRTC. ശബരിമലയിലെ തിരക്ക് കാരണം തീർത്ഥാടകർ ദർശനം കഴിഞ്ഞ് പമ്പയിലെത്തുമ്പോൾ നിശ്ചയിക്കപ്പെട്ട പിക്കപ്പ് സമയം അധികരിക്കുന്ന സാഹചര്യത്തിൽ പ്രസ്തുത യാത്രക്കാർക്ക് സമാന ശ്രേണിയിലുള്ള മറ്റൊരു ബസ്സിൽ സീറ്റ് ക്രമീകരിച്ച് നൽകും. ഇത്തരത്തിൽ ക്രമീകരിച്ച് നൽകുമ്പോൾ ഗ്രൂപ്പായി ബുക്ക് ചെയ്ത യാത്രക്കാരിൽ ഒരുമിച്ച് ബോർഡ് ചെയ്യാത്തവരുടെ ID കാർഡ് പരിശോധനയ്ക്ക് നൽകേണ്ടതും നേരത്തെ യാത്ര ചെയ്തവർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണെന്ന് KSRTC അറിയിച്ചു. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നു. നിലവിൽ മലപ്പുറം ജില്ലയാണ് 1ാം സ്ഥാനത്തുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. കൌമാര പ്രതിഭകളുടെ കണ്ടുപിടുത്തങ്ങളും ഭാവനകളും ആലപ്പുഴക്കാർ അത്ഭുതത്തോടുകൂടി കാണുകയാണ്. പ്രകൃതി ദുരന്തങ്ങളെ നേരിടേണ്ട വിധം മുതൽ നിർമ്മിത ബുദ്ധിയുടെ ഇൻസാർ മോഡൽ വരെ കൌമാരക്കാർ അവതരിപ്പിക്കുന്നു. ഗണിതശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളയിലും ഇന്ന് തത്സമയം നിർമ്മാണ മത്സരമാണ് നടക്കുന്നത്. വാശിയേറിയ പോരാട്ടമാണ് ആലപ്പുഴയിൽ. 339 പോയിന്റുമായി മലപ്പുറം ജില്ലയാണ് മുന്നിലുള്ളത്. 317 പോയിന്റുമായി തൃശൂർ 2ാം സ്ഥാനത്തുണ്ട്. 316 പോയിന്റുമായി കണ്ണൂർ തൊട്ടു പിന്നിലും. ശാസ്ത്രോത്സവം നാളെ സമാപിക്കും. 2024 വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനുമായി ഏറ്റുമുട്ടും. ബീഹാറിലെ രാജ്ഗീർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. ടൂർണമെന്റിലെ കഴിഞ്ഞ 4 മത്സരങ്ങളും ജയിച്ച് ഇന്ത്യയ്ക്ക് നിലവിൽ 12 പോയിന്റുണ്ട്. ഇന്ന് നടക്കുന്ന മറ്റു മത്സരങ്ങളിൽ ചൈന ദക്ഷിണ കൊറിയയെയും മലേഷ്യ തായ്ലൻഡിനെയും നേരിടും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ CBSE സ്കൂളുകളുടെ സഹോദയ കായികമേളയിൽ 141 പോയിന്റ് നേടി കണ്ണൂർ ശ്രീകണ്ഠപുരം മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി. 65 പോയിന്റോടെ കണ്ണൂർ ചിന്മയ വിദ്യാലയം 2ാം സ്ഥാനവും 41 പോയിന്റ് നേടി മമ്പറം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ചൊവ്വാഴ്ച പയ്യന്നൂരിൽ ആരംഭിക്കും. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കലോത്സവം ഉദ്ഘാടനം ചെയ്യും. 16 വേദികളിലായി 319 ഇനങ്ങളിൽ മത്സരം നടക്കും. 15 ഉപജില്ലകളിലെ 10,695 കുട്ടികൾ മാറ്റുരയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നൈജീരിയ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പ്രസിഡന്റ് ബോല അഹമ്മദ് തിനുബുവുമായി കൂടിക്കാഴ്ച നടത്തും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കൊട്ടിക്കലാശത്തിന് ആവേശം പകരാൻ മുൻനിര നേതാക്കൾ രംഗത്ത്. ശബരിമല സന്നിധാനത്ത് ഭക്തജന തിരക്ക്. പമ്പയിൽ നിന്നും ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് 24 മണിക്കൂർ വരെ സാധുതയുണ്ടാകുമെന്ന് KSRTC. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് നാളെ ആലപ്പുഴയിൽ സമാപനം. പോയിന്റ് നിലയിൽ മലപ്പുറം ജില്ല 1ാമത്. വനിതാ ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.